Hello guys, I am Arvind and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് വേണ്ടി ഒരു പുതിയ മാർവൽ ടോടിക്കില്ല സൂപ്പർ ഫാൻസും സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഡെയർ ഡബിൾ ബോൺ അഗൈൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ എന്താ പറയുക, അത്രയ്ക്ക് വലിയ അല്ലെങ്കിൽ ഒരുപാട് മോശം എന്നൊന്നും പറയാൻ പറ്റാത്തൊരു രീതിയിലാണ് ഈ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരൊറ്റ എപ്പിസോഡും കൂടെ ഉള്ളൂ, സെക്കൻഡ് സീസൺ അടുത്ത വർഷം വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും എന്താ പറയുക, ഒരു ന്യൂട്രൽ ഇതിലായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്. കാരണം അത്ര ഹൈ പോയിൻറ്റ്സോ അല്ലെങ്കിൽ അത്ര അധികം മോശമായിട്ടാണ് തോന്നിയത്. ഒരു ന്യൂട്രല് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എബോവ് ആവറേജിൻ്റെ ഒരു 2x അതിൻ്റെ രണ്ട് മുകളിൽ അത്ര കിടിലൻ ഷോ ആണെന്നൊന്നും നമുക്ക് പറയാം. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് ഡെയർ ഡബിൾ ബോൺ അഗൈൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ ഡിസി കോമിക്സ് മൂവീസ് ഗെയിംസ് related ഓസമായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. സോ ഗൈസ് 49 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഐസിൽ ഓഫ് ജോയ് എന്നാണ്. സോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കൂടെ ഒരു ബ്ലൂ കളർ റോസിനെ കാണുന്നു. നമ്മളവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു കളർ ഗ്രേഡിങ് ഒരു ബ്ലൂ ആണ്. അതെന്തെന്ന് വെച്ചാൽ ഒരു തിയറിയാണ്. നമ്മളെ പോയിൻറ്റെക്സ്റ്റർ അഥവാ ബുൾസൈ, അവൻ്റെ ഒരു പോയിൻറ്റെക്സ്റ്ററിൻ്റെ ഒരു ബുൾസൈ പേഴ്സോണ, അതായത് ഈവൽ പേഴ്സോണെ എടുത്ത് കാണിക്കാനാവണം ആ ഒരു ബ്ലൂ ടിഞ്ച് അവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. പിന്നീട് നമ്മൾ ജയിലിലെ പോയിൻറ്റെക്സ്റ്റർ അഥവാ ബുൾസൈ കാണുന്നത്. സോ ഇവനെ പിടിച്ച് പോലീസുകാർ മറ്റൊരു എന്താ പറയുക സെല്ലിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുള്ള ഒരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഫിസ്കിൻ്റെ ഒരു പോർട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ സ്ഥലം. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ ഫിസ്കിനെ വെനസ്സെയാണ് കാണുന്നത്. പിന്നീട് സീൻ ചേഞ്ച് ആയിട്ട് നമ്മൾ മാറ്റിനെ കാണുന്നു. സോ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മേയറിൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ, അതായത് ഒരുത്തൻ വന്നിട്ട് നമ്മളെ ഹീത്തറിൻ്റെ മാറ്റിൻ്റെ വീട്ടിൽ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആഡം അവിടെ ഇമ്പ്രഷനായിട്ട് കിടക്കുന്നത് വെനസ്സ കാണുന്നു. നമ്മളെ ഫിസ്ക് അവിടെ നമ്മളെ വെനസ്സയെ കൊണ്ടുവരുന്നു. സോ ഇതൊരു തരം എന്താ പറയുക, വെനസ്സയുടെ ഒരു ഫൈനൽ ടെസ്റ്റ് പോലത്തെ ഒരു സാധനമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസ്കിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന ആ പയ്യൻ ഒരു ഇൻവൈറ്റ്, ഒരു ലെറ്റർ പോലത്തെ ഒരു സംഭവം കൊടുക്കുന്നു. അതൊരു ഇൻവൈറ്റാണ്. അവരൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിസ്കും മിസ്സിസ് ഫിസ്കും അഥവാ വെനസ്സയും. ആ ഒരു ഇൻവൈറ്റാണ്. സോ അവിടെ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റിൻ്റെ വെനസ്സയുടെ ഒരു കൗണ്ടർ പാർട്ടുകളാണ് നമ്മൾ കാണുന്നത്. വെനസ്സ നിസ്സഹായമായിട്ട് അവിടെ ആഡത്തിനെ കാണുമ്പോൾ നിൽക്കുന്നു. നമ്മുടെ ഹേത്തറിന് ഫിസ്കുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമ്മുടെ മാറ്റ് തിരിച്ചറിയുകയും ഒരുമാതിരി നിൽക്കുന്ന ആ ഒരു കൗണ്ടർ പാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ വെച്ചാൽ നമ്മളെ മാറ്റ് ഹേത്തറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ ഫിസ്ക് നിൻ്റെ ക്ലയൻ്റ് ആണെന്ന് മാത്രം പറയരുത് എന്ന് നമ്മളെ ഹേത്തറിൻ്റെ അടുത്ത് നമ്മളെ മാറ്റ് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ആ ഒരു ഇൻവൈറ്റിൽ നമ്മളെ ഈ ഒരു മാറ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ആ നമ്മളെ വെനസ്സ എന്ന് വെച്ചാൽ ആടത്തിനെ ഒരു തോക്ക് വെച്ച്, അതായത് നമ്മളെ ഫിസ്ക് ഒരു തോക്ക് കൊടുക്കുന്നു, അത് വെച്ച് കൊല്ലുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ മാറ്റ് ഓഫീസിലോട്ട് വരുന്നതായിട്ട് ഒരു സീനൊക്കെ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മളെ ഫിസ്കിൻ്റെ ഓഫീസാണ്. അവിടെ വെച്ചിട്ടാണ് ഫിസ്കിൻ്റെ സഹായിയായിട്ടുള്ള ഡാനിയലിനെ പിടിച്ച് നമ്മളെ ഫിസ്ക് ഡെപ്യൂട്ടി മേയർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെണ്ണിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ ഒരു മോശം രീതിയിലല്ല അത് പറയുന്നത്. പക്ഷേ പുള്ളിക്കാർ പറയുന്നത് ഹീ ഈസ് ടു പ്രീമച്വർ ഫോർ ദിസ് പൊസിഷൻ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് ഒരു ക്ലയൻറ്റിനെ കാണുന്നത്, മാറ്റിൻ്റെ ഒരു പാർട്ട്ണറും. സോ അവർ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്ലയൻറ്റ് ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്. അപ്പം മാറ്റ് പറയുന്നത് നീ കള്ളമാണ് പറയുന്നത്, അത് ലോയ്ക്ക് എതിരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് മാറ്റിനെ വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് മാറ്റ് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മാറ്റ് നമ്മളെ ബാറിലോട്ട് വരിക. അവിടെ വെച്ചിട്ടായിട്ട് ബാറിലെ സ്ത്രീ അവർ പറയുന്നുണ്ട് ഫോഗി മരിക്കുന്നതിന് മുമ്പ് ഇന്ന ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ മാറ്റ് പറയുന്നുണ്ട് എന്താ
പറയുക, ഫോഗി ചില സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രമേ ആ പറഞ്ഞ ഡ്രിങ്ക് ഓർഡർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മാറ്റ് നമ്മുടെ ബുൾസെ പോയി കാണുന്നതാണ് ഒരു ജയിലിൽ. സോ അവൻ വന്ന് ഒടുക്കത്തെ വെറുപ്പീരാന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിൽ മാറ്റിനെ വെറുപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റ് വന്നിട്ട് അതിൻ്റെ തല ചന്നം പിന്നെ എടുത്ത് ആ മെറ്റൽ മെഷീനകത്ത് ബാങ് ചെയ്യണം എന്ന് വെച്ചാൽ അടിച്ച് പറക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാർട്ടിയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ BB ഒക്കെ കാണുന്നു. BB ഡാനിയലും കാണാൻ സംസാരിക്കുന്നത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അതിന് താല്പര്യമില്ല. സോ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഹേത്തറാണ്. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഫിസ്കും മിസ്സിസ് ഫിസ്കും, അതായത് വെനസ്സ ആ ഒരു പാർട്ടിയിലേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ബുൾസൈ അവിടെ നിന്ന് ആ ഒരു ജയിലിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, ബുൾസൈ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഇതിലാണ്, അതായത് ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു മെഡിക്കൽ കെയർ യൂണിറ്റിൻ്റെ അടുത്താണ് ജയിലിൽ തന്നെ. അവിടെ വെച്ചിട്ടായിട്ട് പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ നമ്മൾ ഈ ഒരു കത്തിരിയോ വലിയൊരു കത്തിരിയാണ്. ആ സംഭവം വെച്ചിട്ട് രണ്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് ആ ഒരു പോലീസ് തന്നെ ഒരു ഡോക്ടറിനെ കുത്തിയിട്ട് പുള്ളിക്കാരൻ എസ്കേപ്പാണ്. അവിടെ ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറിലാണ് ഒരു കളർ ഗ്രേഡിങ് വന്നിരിക്കുന്നത്. അതും പുള്ളിയുടെ ആ ഒരു പേഴ്സണെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈവൽ പേഴ്സണെ കാണിക്കാനാണ്. സോ പിന്നീട് നമ്മൾ വെച്ചാൽ വെനസ്സെ ഹേത്തർ കാണുന്നു, അവർ രണ്ടുപേരും സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ബുൾസൈ വന്നിട്ട് നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി വാനിലോട്ട് കയറുന്നത്. ആ സെക്യൂരിറ്റി വാൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസ്കിൻ്റെ സെക്യൂരിറ്റിയിലോട്ട് ഫിസ്കിൻ്റെ പാർട്ടിക്കുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാനാണ്. അതിലോട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. പിന്നെ നമ്മൾ വെച്ചാൽ മാറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഫിസ്ക് നമ്മൾ ജാക്ക് ഡിക്വനെ കാണുന്നു. സോ ഈ ഒരാൾ വന്നിട്ട് നമുക്കറിയാം. സോ ഇനി കുറച്ച് പറഞ്ഞുതരാം. സോ ഇവനുമായിട്ട് നമ്മളെ ഫിസ്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണ്, അതായത് പോർട്ടിൻ്റെ കാര്യങ്ങൾ. സോ ഈ ആൾ വന്നിട്ട് വിജിലാൻറ്റിയാണ്, സ്വർട്സ്മാൻ എന്നാണ് ഇയാളുടെ പേര്. സോ ഇവൻ മുമ്പ് നമ്മളെ ഹോക്കൈ സീരീസിൽ വന്നിട്ടുണ്ട്. ഇതൊരു ക്യാമിയോ സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. സോ ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ഫിസ്ക് ചോദിക്കുന്നുണ്ട്, നീ സ്വർട്സ്മാൻ ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങനെ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു ബുള്ളിങ് ആണ്, അതായത് അവിടെ ഉള്ള ഒരുത്തനെ പിടിച്ച് ഒരുത്തൻ വന്നിട്ട് ഭയങ്കര ഹറാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തായിട്ട് കമ്മീഷണർ വരികയും കമ്മീഷണർ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളടുത്തെല്ലാം റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ ഒരു അധികാരമില്ലെന്ന് പറഞ്ഞ് ആ ഒരു എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യണം. അവൻ വന്നിട്ട് പെട്ടെന്ന് ആ പയ്യൻ്റെ കൈയെടുത്ത് ഒരു ചൂട് തിളച്ച എണ്ണയിൽ മുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ BB എന്നിട്ട് ആ കമ്മീഷണർ, അതായത് കമ്മീഷണർ വല്ലാത്ത രീതിയിലാണ്, അതായത് വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ BBയും കമ്മീഷണറും സംസാരിക്കുന്നതാണ്. സോ BBയുടെ അടുത്തായിട്ട് ഈ കമ്മീഷണർ പറയുന്നുണ്ട്, നിൻ്റെ അങ്കിളിനെ കൊന്ന, അതായത് BBയെ കൊന്ന മെയിൻ സസ്പെക്റ്റ് എന്ന് പറയുന്നത് നിനക്കറിയാമോ, അത് ഈ ഒരു ഫിസ്കാണെന്ന്. അപ്പം പുള്ളിക്കാർ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. സോ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഫിസ്കിനെ വകവരുത്താനാണ്, അല്ലെങ്കിൽ ഫിസ്കിനെ തകർക്കാൻ എന്ന് തന്നെയാണ് പതിയെയുള്ള ഉദ്ദേശം. സോ ഒരു ഇൻഫർമേഷൻ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഇതാണെന്ന് പറഞ്ഞൊരു കാർഡ് നീട്ടി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഡാൻസുകൾ, അതായത് ഡാൻസ് തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫിസ്ക്, വെനസ്സ, ഹീത്തർ, മാറ്റ്, അവിടെയുള്ള എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ മാറ്റ് വന്നിട്ട് വെനസ്സിനെ തട്ടി മാറ്റിയിട്ട് മാറ്റ് വെനസ്സിലൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. സോ അവിടെ വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വെനസ്സയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, നീ അല്ലേ ഫോഗിയെ കൊന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് റിവീൽ ആവും. എന്തായാലും എനിക്ക് തോന്നുന്നു വെനസ്സയ്ക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഈവൽ പ്ലാൻ ഉണ്ടായിരിക്കാം. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഡെയർഡെവിളിൻ്റെ ആ ഒരു ചെവി, അതായത് ഡെയർഡെവിൾ കേൾക്കുന്ന ആ ഒരു സെൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ, അത് ആസ്പെക്ട് റേഷ്യോ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ മാറ്റിന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ബുൾസെ വന്നിട്ടുണ്ട്. അതിപ്പം നമ്മളെ ഫിസ്കിനെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് ബുൾസെ വരുന്നത്. സോ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ മാറ്റ് വന്നിട്ട് ഒറ്റച്ചാട്ടത്തിന് വന്ന് നമ്മുടെ ഫിസ്കിനെ കവർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ആ ഒരു കവറിൽ നമ്മുടെ എന്താ പറയുക മാറ്റിൻ്റെ വലത്തെ
വലത്തെ നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബുള്ളറ്റ് കയറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ വെച്ചിട്ട് ഫിസ്ക് എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. ഹീത്തറും മാറ്റും മാത്രം അവിടെ കിടക്കുന്നത്. മാറ്റ് അവിടെ കിടക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം വല്ലാത്തൊരു ഷോട്ടായിരുന്നു. മാത്രമല്ല ഗണ്ണ് കണ്ടിട്ട് എത്ര കൂടുതലും ഗണ്ണ് തന്നെയാണ്. അവ എവിടെ നിന്ന് ഒപ്പിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്താ പറയുക, അത് വല്ലാത്തൊരു ഷോട്ട് തന്നെയാണ്. സോ ഡെയർഡെവിൾ ഓഫ് കോഴ്സ് സർവൈവ് ചെയ്യും. കാരണം സീസൺ 2 വരുന്നുണ്ട്. സോ ഡെയർഡെവിൾ മരിക്കത്തൊന്നുമില്ല, അത് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട. കാരണം ഒരിക്കലും ഒരു സൂപ്പർ ഹീറോ, ഓഫ് കോഴ്സ് നമ്മുടെ അയൺമാൻ മരിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ട് ഒരു സൂപ്പർ ഹീറോ മരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഡെയർഡെവിളിൻ്റെ ആ ഇത് വരുമ്പോൾ ഡെയർഡെവിളിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാറ്റിൻ്റെ ഇത് വരുമ്പോൾ ആ ഡെയർഡെവിൾ പേഴ്സണെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു റെഡ് കളറായിട്ടുള്ള കളർ ഗ്രേഡിങ് ആണ് നമ്മളവിടെ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ തന്നെയാലും ഈ ഒരു എന്താ പറയുക, സീരീസ് തുടങ്ങിയപ്പോൾ എനിക്കൊരു ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 എപ്പിസോഡ്സ് വളരെ കിടിലായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ എപ്പിസോഡ്സ് മോശമാണെന്നല്ല പറയുന്നത്, ബട്ട് കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ ബെറ്റർ. എനിവേസ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്. അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. പക്ഷേ കുറച്ചുകൂടി നന്നാവുന്നുണ്ട്. മോശം പറയാൻ ഒന്നുമില്ല എന്നാണ് എൻ്റെ പേഴ്സണലി ഒരു ഇത്. വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഇൻഫാക്റ്റ് നമ്മുടെ മാർവൽസ് പിന്നെ സീക്രട്ട് ഇൻവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തനി തങ്കമാണ്, ഒന്നും പറയാനില്ല. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവലിലൂടെ നമുക്ക് വീണ്ടും കിട്ടും. അതിന് ദിസ് മാച്ച് സൂപ്പർ സ്റ്റേറ്റ്മെന്റ്, സൂപ്പർ ഹീറോസ്.